ഇന്ന് 2-3 കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു ബ്രൈഡൽ ലെഹങ്ക നോക്കാം. അതിന്റെ ബ്ലൗസ് പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ തന്നെ ഒരു ഹാൻഡ് വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഒരു വി നെക്ക് പാറ്റേൺ, പിന്നെ ചെസ്റ്റിന് മേലേക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ നെക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാഡഡ് ആയിട്ടുള്ള ബ്ലൗസ് പ്രിൻസസ് കട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു താഴെ പിന്നെ ഒരു ഹാങ്ങിങ്സ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് താഴെ ഒരു വി കട്ട് വന്നിട്ട് അതിലേക്ക് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ലീവ്സ് നോക്കൂ, സ്ലീവ്സും ആ സെയിം ഹാൻഡ് വർക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡബിൾ ലെയർ നെറ്റ് കൊടുത്തിട്ടുണ്ട്, നെക്കിലും അതേപോലെ തന്നെ സ്ലീവിലും. ആൾക്ക് അത്രയും ഒരു ട്രാൻസ്പെറൻസി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡബിൾ ലെയറിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്കിൽ ലൈനിങ് വെച്ചിട്ടില്ലേ, ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബാക്കും ഒരു റൗണ്ട് വി പാറ്റേണിൽ ഫിനിഷ് ചെയ്തേക്കുവാണ്. അതിന്റെ സ്കേർട്ട് വരുന്നത് നല്ല പഫി ആയിട്ടിരിക്കുന്ന കസ്റ്റമർക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. സോ നല്ല പഫി ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു 10 മീറ്റേഴ്സ് ഓഫ് നെറ്റ്, ടോട്ടൽ നമ്മൾ 12.5 മീറ്റേഴ്സ് ഓഫ് നെറ്റ് ആണ് എടുത്തത്. സ്കേർട്ട് പ്ലെയിൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് നെറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 4 ലെയർ ഉണ്ട് ഇതിനകത്ത്. 2 നെറ്റും പിന്നെ സാറ്റിൻ വരുന്നുണ്ട്. എഗെയിൻ ഒരു സ്റ്റിഫ് നെറ്റും താഴെ കോട്ടൺ വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ സ്കേർട്ട് വരും, പിന്നെ ഒരു ബ്ലൗസും അതേപോലെ തന്നെ സെയിം വർക്ക് തന്നെ വരുന്ന ഒരു ദുപ്പട്ട വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്.